പിടിച്ചു. ഗോവിന്ദസ്വാമിയെ പിടികൂടി. ഗോവിന്ദസ്വാമി ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പിടികൂടി പോലീസ്. തത്സമയ ദൃശ്യങ്ങളാണ്. ഗോവിന്ദസ്വാമിയെ നമ്മൾ പറഞ്ഞ അതേ കെട്ടിടത്തിനകത്ത് തന്നെ പിടികൂടിയിരിക്കുന്നു. ഇതാ ദൃശ്യം, തത്സമയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇയാൾ പിടികൂടി കൊണ്ടുവന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മണിക്കൂറുകളുടെ ആശങ്ക. അതിനൊടുവിൽ ഗോവിന്ദസ്വാമി പിടിയിലായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിടുന്നത്. ഗോവിന്ദസ്വാമി പിടിയിലായി. ദൃക്സാക്ഷി പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുകയാണ്. പോലീസിന് ആശ്വാസം. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഗോവിന്ദസ്വാമി പിടിയിലായിരിക്കുകയാണ്. തളാപ്പിൽ നിന്നാണ് പിടിയിലായത്. അവിടെ DCC ഓഫീസിൽ, കണ്ണൂർ നഗരത്തിൽ നിന്ന് പുറത്തു പോകുവാൻ ഗോവിന്ദസ്വാമിക്ക് കഴിഞ്ഞില്ല. DCC ഓഫീസിന് നേരെ എതിർവശത്തുള്ള കെട്ടിടത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പോലീസ് പിടികൂടി. ആ വലിയ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. ബൈജു, തീർച്ചയായും പഴയ കെട്ടിടം, ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം പിടികൂടിയത്. ആദ്യം പോലീസിനെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം കൂടുതൽ പോലീസുകാരും നാട്ടുകാരും ഇതിനകത്തേക്ക് കയറുന്നു. അത് ഇവിടെ ഒരുപാട് വീടുകളുള്ള ഒരു ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിന് തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, ബസ് സ്റ്റാൻഡ് വരുന്നത്. ഒരു പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ ഇതുവഴി പോകുന്ന സമയത്ത് ഇയാൾ ഈ ഭാഗത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടായത്. ഏതായാലും ദൃശ്യങ്ങൾ ഒരുപാട് ആളുകൾ വാർത്ത കിണറ്റിൽ ചാടി അവിടെ നിന്നാണ് പിടികൂടിയത്. ഇപ്പോൾ കണ്ണൂർ DCC ഓഫീസിന് എതിർഭാഗത്തുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിനോട് ചേർന്നുള്ള കിണറിന്റെ ഉള്ളിലേക്കാണ് ഇയാൾ നിന്നത്. ആദ്യം ആ കെട്ടിടത്തിനുള്ളായിരുന്നു. അവിടേക്ക് പോലീസ് എത്തിയപ്പോഴുകൂടിയാണ് ഇയാൾ ഓടി ആ കിണറിന് ഉള്ളിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്. എന്തായാലും കണ്ണൂർ നഗരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും 9:15 കണ്ട ദൃശ്യങ്ങളിൽ അത് ഇപ്പോൾ ഇയാളുടെ ഷർട്ട് ഊരിക്കളഞ്ഞിരിക്കുകയാണ്. ഷർട്ട് കറുത്ത പാൻസ് മാത്രമാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിനുള്ളിൽ പരിശോധന നടന്നപ്പോൾ അയാൾ ഓടി കിണറിനുള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു. അതിനുള്ളിൽ തന്നെ കിണറിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയാലോ എന്ന് കരുതിയാവും. പക്ഷേ പോലീസ് അത് കൃത്യമായി തന്നെ കണ്ടു തിരിച്ചറിഞ്ഞു. പോലീസ് ആ കിണറിനുള്ളിൽ നിന്ന് അയാളെ പൊക്കിയെടുത്തിരിക്കുകയാണ്. അത് ആളൊഴിഞ്ഞ ഒരു വീടാണ്. അവിടെ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി കിടക്കുന്ന രീതിയിൽ അയാൾ കിടക്കുകയായിരുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസിന് ആൾ അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും ആ കെട്ടിടത്തിൽ തന്നെ ഉണ്ട് എന്നത് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അവിടെ നിന്നാണ് ഈ വെള്ളത്തിലേക്ക് ചാടിയത്. അവിടെ നിന്ന് ഇപ്പോൾ എന്തായാലും പിടികൂടിയിരിക്കുന്നു.